ഹായ്, ഗുഡ് മോർണിംഗ്. മീറ്റ് ദ പേഴ്സൺ എന്ന ഈ സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് പകരം എന്ന മലയാളം ചലച്ചിത്രത്തിലൂടെ മലയാളം സിനിമാ രംഗത്തേക്ക് തൻ്റെ കാലെടുത്ത് വയ്ക്കുന്ന നിരഞ്ജന എന്ന പുതുമുഖ നായികയാണ്. നമുക്ക് ഇന്ന് അവരെ പരിചയപ്പെടാം മീറ്റ് ദ പേഴ്സണിലൂടെ. ഹായ് നിരഞ്ജന, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട്? ഒരു സിനിമ റിലീസായിരിക്കുന്നു, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ. ഇപ്പം റിലീസായി മൂവി ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തൊക്കെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. എന്ത് പറയുന്നു ആ ഒരു ഫിലിം ആദ്യമായിട്ടുള്ള അനുഭവം? പ്രത്യേകിച്ച് ശ്രീവല്ലഭൻ എന്ന ഡയറക്ടറോടൊപ്പം, അതുപോലെ തന്നെ കുട്ടനാട് വളരെ കേരളത്തിന്റെ തനതായ ഒരു പെൺകുട്ടി അവതരിപ്പിക്കുക. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കലർന്നു വരുമ്പോൾ എന്ത് തോന്നുന്നു? ഇപ്പോൾ ഞാനിപ്പോൾ ചെന്നൈയിലാണ്, പക്ഷേ നാട്ടിൽ വന്ന് അതും കുട്ടനാട് ഫസ്റ്റ് ടൈമാണ്. പകരത്തിൻ്റെ ഷൂട്ടിലാണ് ഞാൻ കുട്ടനാട് വരുന്നത്. അത് തന്നെ അവിടെ വന്നപ്പോൾ ആ കായൽ ഫസ്റ്റ് ടൈം ബോട്ടിലൊക്കെ കയറിയപ്പോൾ തന്നെ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വല്ലഭൻ സാർ, എൻ്റെ ഡയറക്ടർ വല്ലഭൻ സാറിനാണ് ഞങ്ങളൊരു പുതിയ ആൾക്കാരാണ് എങ്കിൽ പോലും അതിൻ്റെ ഒരു ടെൻഷനൊന്നും എങ്ങനെയാണ് വരാതെ ആ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. സിദ്ദിഖേട്ടനാണെങ്കിൽ മേന ചേച്ചി, അവരുടെയൊക്കെ ഒപ്പം നിൽക്കുമ്പോൾ നമ്മൾ പുതിയ ആൾക്കാർ ഒന്നും അറിയത്തില്ല. അപ്പോൾ സാറ് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, മിസ്റ്റേക്സൊക്കെ കറക്റ്റ് ചെയ്ത്. അപ്പം സാറിൻ്റെ ഒരു ഹെൽപ്പ്, പിന്നെ ഞങ്ങളുടെ എൻ്റെ ക്രൂ, ഇപ്പോൾ ഈ ഷൂട്ടിംഗ് ആ ടൈമിലാണെങ്കിലും സിദ്ദിഖേട്ടനാണെങ്കിലും മേന ചേച്ചിയൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞപ്പോൾ അതിന് തിയേറ്ററിലാണെങ്കിൽ ഇപ്പോൾ നല്ല റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷം. ഫിലിം ഫീൽഡിലേക്കുള്ള എൻട്രി അതെങ്ങനെയായിരുന്നു? അതിനെക്കുറിച്ച് ആക്ച്വലി ഞാൻ തമിഴിലാണ് ഫസ്റ്റ് ചെയ്തത്. എങ്കേയും എപ്പോതും എന്ന ഇതിലാണ് എൻ്റെ ഫസ്റ്റ് മൂവി, അതിലൂടെയാണ്. പിന്നെ ഇപ്പോൾ തമിഴിൽ വേറൊരു മൂവി ചെയ്തുകൊണ്ടിരുന്നത്, അതിപ്പോൾ നെക്സ്റ്റ് മന്ത് അതിൻ്റെ റിലീസിങ് ആണ്, യാസകൻ എന്ന് പറഞ്ഞൊരു മൂവി. പിന്നെ ഇപ്പം പകരം റിലീസായി, അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ്. ഇപ്പോൾ നെക്സ്റ്റ് മന്ത് തമിഴും റിലീസിങ്, അങ്ങനെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് തോന്നുന്നത്, ചെന്നൈ ഓർ കേരള, ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്? എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ നാട്, ഞാൻ ജനിച്ചു വളരുന്ന കേരളത്തിലാണ്. അപ്പോൾ എനിക്ക് എവിടെ പോയാലും നമ്മുടെ കേരളം എന്നൊരു ഫീലായിരിക്കും. അപ്പോൾ ചെന്നൈയിൽ നിൽക്കുവാണെങ്കിലും നാട്ടിലേക്ക് പോകാൻ ഒരു സന്തോഷമാണ്, നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു ഫീൽ. പിന്നെ ചെന്നൈ നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ട് ഇപ്പോൾ മൂവി ഞാൻ പഠിക്കുന്നതൊക്കെ അവിടെയാണ്. പിന്നെ സിസ്റ്റർ ജോബ് അതൊക്കെ വെക്ക് നോക്കുമ്പോൾ അവിടെ ആയതുകൊണ്ട് അതും ബെറ്റർ. ബട്ട് നാട് ഇപ്പോഴും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലാണ്. നാട് നൊസ്റ്റാൾജിക് ഫീലാണ്. അപ്പോൾ സിനിമ എങ്ങനെയാണ്, ചെന്നൈയാണോ കേരളമാണോ ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്? രണ്ടും ബെറ്റർ ആണ് എനിക്കങ്ങനെ. ഇപ്പോൾ മലയാളമാണെങ്കിലും തമിഴാണെങ്കിലും രണ്ടും ഇഷ്ടമാണ്. ഓക്കെ, കലാമൂല്യമുള്ള സിനിമകൾ മലയാളത്തിലും തമിഴിലും ഒരുപോലെ ഇറങ്ങുന്നുണ്ട്. അതെ. അപ്പം അതിൽ തമിഴിൽ വളരെ നല്ലൊരു കോൺട്രിബ്യൂഷൻ എപ്പോഴും നൽകുന്നുണ്ട് തമിഴ് ഫിലിം ഫീൽഡ്. മലയാളത്തിലും അത് ഇപ്പോൾ വളരെ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. ഇത് എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ നിരഞ്ജന? ഉണ്ട്. ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും തമിഴിലാണെങ്കിലും. ആദ്യം ഇപ്പോൾ പുതിയ ആൾക്കാരുടെയൊക്കെ മൂവീസ് ആദ്യം ഒരു ടൈമിൽ അങ്ങനെ ഒരു ശ്രദ്ധിക്കപ്പെടുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയ ആളുകളുടെ വളരെ നല്ല നല്ല മൂവീസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമുക്കും ഇപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മീൻസ് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുടെ മൂവീസ് എല്ലാം വരുമ്പോൾ അതിൽ പ്രേക്ഷകരാണെങ്കിലും ഇപ്പോൾ അവരുടെയും തിങ്കിങ് ഒക്കെ മാറി. ഇപ്പോൾ പുതിയ ആൾക്കാരെ സ്വീകരിക്കുന്നു, നല്ല മൂവീസ് ചെയ്യുന്നു, നല്ല പ്രതീക്ഷിക്കാത്തൊരു വിജയമാണ് ഇപ്പോൾ തമിഴിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും. അപ്പോൾ നമ്മൾ കാണും, ഈ തമിഴ് സിനിമയിലെ പുതിയ മുഖങ്ങൾ വന്നു കഴിയുമ്പോൾ ആ സിനിമ 100 ദിവസം ഹൗസ്ഫുൾ ആയിട്ട് കൊടുക്കും. മലയാളത്തിൽ അങ്ങനെ ഒരു പ്രവണത പണ്ടില്ലായിരുന്നു. അതെ. അപ്പം ആ തമിഴിൽ നിന്ന് ആ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് മലയാളത്തിൽ പലപ്പോഴും പുതിയ മുഖങ്ങളുള്ള സിനിമകൾ വിജയിക്കുന്നത്. അതിനോട് എങ്ങനെ യോജിക്കുന്നു നിരഞ്ജന? നല്ലതാണ്. കാരണം ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ സിനിമ ഏത് മേഖലയിലാണെങ്കിലും പുതിയ ആൾക്കാർക്ക് ഏത് മേഖലയിൽ പുതിയ ആൾക്കാരും കടന്നു വരണം. അപ്പോൾ നമ്മൾ ഈ സീനിയർ ആൾക്കാരെ കണ്ടു പഠിച്ചിട്ടാണ് ഈ പുതിയ ആൾക്കാർ വരുന്നത്. അപ്പോൾ അവരിപ്പോൾ ലെജൻഡായ ആളുകളെ കണ്ട് നമുക്കും ഇപ്പോൾ അതൊരു നല്ലൊരു പ്രവണതയാണ്. ഇപ്പം പുതിയ ആൾക്കാർ വരുന്നു, അവരുടെ മൂവീസ് വിജയിക്കുന്നു, അവർക്ക് നല്ലൊരു ടൈമാണ് ഇപ്പോൾ ഒരു പുതിയ ആൾക്കാർക്ക്. ഞങ്ങൾക്കൊക്കെ അതുകൊണ്ട് നല്ലൊരു ടൈമിലാണ് ഞങ്ങളൊക്കെ എൻട്രി. പുതിയ ആൾക്കാരുടെ മൂവീസ് പ്രേക്ഷകരാണെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നു, അതൊക്കെ നല്ലൊരു ഭാഗ്യം, ദൈവാനുഗ്രഹം. പകരം എന്ന ചിത്രത്തിൽ റോൾ എങ്ങനെയാണ്? പകരത്തിൽ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് മീര എന്നാണ്. ഒരു കുട്ടനാട്ടിലുള്ളൊരു നാടൻ പെൺകുട്ടി. അവിടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവളുടെ കുടുംബത്തിലെ എല്ലാ ഭാരങ്ങളും ഏറ്റെടുക്കേണ്ടവരാണ് ഈ കുട്ടിക്ക്. അപ്പോൾ ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് പകരത്തിൽ ചെയ്യുന്നത്. ആ മെച്യൂർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തപ്പോൾ ആ ലൈഫുമായിട്ട് എന്തെങ്കിലുമൊക്കെ ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ തോന്നിയോ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഞാൻ വളരെ ഫ്രണ്ട്ലിയാണ്, ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിചാരിക്കും നിനക്ക് അങ്ങനെ മെച്യൂർഡായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ചില ആളുകൾ പറയും, പ്രൊഫഷണലി വരുമ്പോൾ പറയും ഞാൻ ഭയങ്കര മെച്യൂർഡാണെന്ന് പറയും. ഫ്രണ്ട്സിനിടയിൽ പറയും നീ മെച്യൂർഡ് അല്ല, നീ വളരെ ഫ്രണ്ട്ലിയാണ്, നീ കുട്ടികളെ നിനക്ക് അങ്ങനെയൊക്കെ ആവാൻ പറ്റുമോ എന്നൊക്കെ അവർ ചോദിക്കും.
പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ സീരിയസ് ആയിട്ട് വരുമ്പോൾ ആ ഒരു ക്യാരക്ടർ, കാരണം എനിക്ക് ഇപ്പോൾ വല്ലഭൻ സാറ് ഡയറക്ടർ, നമുക്കപ്പോൾ അതിൻ്റെ അസോസിയേറ്റ്സ് ആണെങ്കിൽ അസിസ്റ്റൻസ് അവർ കറക്റ്റായിട്ട് നമുക്ക് പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ്. ഇപ്പോൾ പിന്നെ ഇതിലെ സീനിയറായ ആൾക്കാർ അവരുടെയൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് അതൊക്കെ പറഞ്ഞു തരുമ്പോൾ നമുക്കത് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോൾ ആ ഒരു ഹെൽപ്പിംഗ് ഉള്ളത് കൊണ്ട് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. മലയാളത്തിലേക്ക് ഇനിയും ഓഫേഴ്സ് വരുന്നുണ്ടോ? വരുന്നുണ്ട്, നല്ല ഓഫീസ് വരുന്നുണ്ട്. തമിഴിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള ശ്രമമാണോ മലയാളത്തിലേക്ക് തിരികെ വരാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടോ? രണ്ടും ഒരുപോലെ കൊണ്ടുപോകണം എന്നാണ്. ചെന്നൈ ആൻഡ് കേരള രണ്ടും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. രണ്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ തമിഴിലാണെങ്കിൽ എൻ്റെ നെക്സ്റ്റ് മന്ത് യാസകൻ എന്ന് പറഞ്ഞൊരു മൂവി റിലീസിംഗ് ആണ്. അത് അങ്ങടുത്തൊരു ഫെയിം മകേഷ് ആണ് ഹീറോ. ഡയറക്ടർ വന്നിട്ട് ദുരൈവാണെന്ന് പറഞ്ഞ സാർ, അമീർ സാറിൻ്റെ. മെച്ചൂർഡല്ല, അത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് മൂവിയാണ്. അത് മധുരയിലായിരുന്നു ഷൂട്ട്. 3 മാസം കണ്ടിന്യൂസ് ഷൂട്ടായിരുന്നു മധുരയിൽ. അതും ഭയങ്കര ചൂടുള്ളൊരു ടൈമായിരുന്നു അവിടെ. അപ്പോൾ അതാണെങ്കിലും അത് നല്ലൊരു, എനിക്കാണെങ്കിലും ഒരുപാട് പ്രതീക്ഷയുള്ളൊരു മൂവിയാണ് യാസകൻ. തമിഴിൽ നല്ലൊരു പ്രതീക്ഷയുള്ളൊരു മൂവിയാണ് യാസകൻ. അപ്പോൾ അത് നെക്സ്റ്റ് മന്ത് അതിൻ്റെ റിലീസിംഗ് ആണ്. മധുരൈ കുട്ടനാട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാവോ? വളരെ നന്നായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. മധുരയിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഹോട്ട്, ആ ഒരു ചൂട്, നമ്മളിങ്ങനെ വെന്തുരുകുന്നൊരു ഫീലാണ് അവിടെ പോയത്. പക്ഷേ കുട്ടനാട്ടിലേക്ക് വന്നപ്പോൾ ഒരു തണുത്ത് ഒരു ഗ്രീനിഷ് ആയിട്ട് ആ ഒരു നല്ല ഫുഡ് കിട്ടും നമുക്ക് മലയാളീസ്. നല്ല കേരള ഫുഡ്, അത് നാടൻ ഫുഡ്. പിന്നെ നന്നായിട്ട് അത്യാവശ്യം ഫുഡ് കഴിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഫുഡിനോട് വളരെ താല്പര്യമുണ്ട്. അപ്പോൾ ഫിഷൊക്കെ, നല്ല ഫിഷ് കറി, അതൊക്കെ കുട്ടനാടിൻ്റെ ഒരു ബ്യൂട്ടി. എവിടെ പോയാലും ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ അവരൊക്കെ പറയും എപ്പോഴും ഈ കുട്ടനാട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. ഏത് തമിഴിലാണെങ്കിൽ ഒരുപാട് ഷൂട്ടൊക്കെ നടക്കുന്ന സ്ഥലമാണ് കുട്ടനാട്. അപ്പോൾ ഫസ്റ്റ് ടൈം കുട്ടനാട് വന്നപ്പോൾ തന്നെ ആ ഒരു ബ്യൂട്ടി, അവിടെയൊക്കെ വരാൻ പറ്റിയതിനൊരു, അവിടുത്തെ ആളുകളൊക്കെ ആണെങ്കിലും അവർ വളരെ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളായിരുന്നു. നമ്മുടെ വീട്ടിലെ ആൾക്കാരെ പോലെ നല്ലൊരു. അതുപോലെ തന്നെ പകരത്തിലെ കോ ആക്ടേഴ്സ് ദിയ, അതേസമയം രാധിക, ഇവരുടെ സപ്പോർട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ദിയയായിട്ട് കോമ്പിനേഷൻ ഇല്ല. ദിയ രാധിക അവരായിട്ടൊന്നും കോമ്പിനേഷൻ ഇല്ല. അവർക്ക് ട്രിവാൻഡ്രമായിരുന്നു അവർക്ക് ഷൂട്ട്. പിന്നെ യുവൻ ചേട്ടൻ, സൂര്യ ഹീറോ, ഇവരൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷനായിരുന്നു എനിക്കുണ്ടായിരുന്നത്. പക്ഷേ ഈ കോമ്പിനേഷൻ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. ആക്ച്വലി സെറ്റിലൊക്കെ വരുവാൻ അവർ കുട്ടനാട്ടിലൊക്കെ വന്നിരുന്നു. അപ്പോൾ വളരെ ഫ്രണ്ട്ലി ആയി എല്ലാവരും തന്നെ. ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഇതിൻ്റെ സെറ്റ്. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടി ഈ പകരത്തിൻ്റെ സെറ്റിലൂടെ. മലയാളത്തിൽ ഇനി ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ എന്ത് റോൾ ചെയ്യാനായിരിക്കും താല്പര്യം? അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന റോൾ എന്നല്ല, നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റിയ നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റണം. ആളുകൾക്ക്, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ നമ്മളെ ഏറ്റെടുത്താൽ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ നമുക്കതൊരു സക്സസ് ആവുള്ളൂ. അപ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന രീതിയിൽ, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം. അതാണ് എൻ്റെ ഒരു ആഗ്രഹം. സിനിമാ ലോകം എന്ന് പറയുമ്പോൾ ഞാൻ സിനിമാ ലോകത്തില്ല, പക്ഷേ എനിക്ക് സിനിമാ ലോകത്തിൽ ഒരുപാട് ക്യൂരിയോസിറ്റി ഉണ്ട്. അപ്പം സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് സിനിമയെക്കുറിച്ചുള്ള വിചാരങ്ങൾ എന്തൊക്കെയായിരുന്നു? സിനിമയെക്കുറിച്ച് ഞാൻ ഒരുപാട് മൂവീസ് കാണുമായിരുന്നു. ഇപ്പോൾ മലയാളത്തിലാണെങ്കിലും ഇപ്പോൾ ശോഭന ചേച്ചിയുടെയും മഞ്ജു ചേച്ചിയും ഇവരൊക്കെ വലിയ ഫാനാണ് ഞാൻ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ നാട് വയനാടാണ്. ഇപ്പോൾ ചെന്നൈ ആണെങ്കിൽ കേരളത്തിൽ വയനാടാണ്. അപ്പോൾ ആ ടൈമിൽ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമുക്കും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ ആഗ്രഹിക്കുമായിരുന്നു. ഒരുപാട് സിനിമ എല്ലാവരും കാണുന്നു, എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ് സിനിമ. ഒരുപാട് ആളുകൾ കാണുന്നു, എല്ലാവർക്കും, ചെറിയ ആൾ തൊട്ട് കുട്ടികൾ തൊട്ട് വലിയവരും മുതിർന്നവർ വരെ കാണുന്നൊരു മേഖലയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫിലിം ആർട്ടിസ്റ്റ് അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിലെ കുട്ടി എന്നൊക്കെ ഒരു ഫീലാണ്. ഇപ്പോൾ അവർക്ക് ഒരുപാട് മൂവീസ് കാണുമ്പോൾ നമ്മൾ ക്യാരക്ടേഴ്സാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് അവരുടെ ലൈഫ്, പലരും അതൊരു ലൈഫായിട്ട് കാണുകയാണ്. അപ്പോൾ അങ്ങനെ നല്ല നല്ല മൂവീസ് ചെയ്യണം. അപ്പോൾ സിനിമയെക്കുറിച്ച് എനിക്ക് ഇതിലേക്ക് വരണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. ആക്ടിങ് എനിക്കിഷ്ടമാണ്, അഭിനയം. ഏത് കാലം മുതലാണ്? ആക്ച്വലി അത് പ്ലസ് 1 പ്ലസ് 2 ആ ടൈമിലാണ് എനിക്ക് സിനിമയോട് കൂടുതൽ ഇഷ്ടം തോന്നിയത്. സ്കൂളിൽ ആർട്സിലൊക്കെ പങ്കെടുക്കുമായിരുന്നു. സ്കിറ്റ്, ഡ്രാമ, അങ്ങനത്തെ ഒക്കെ ചെയ്യുമായിരുന്നു. അഭിനയത്തോട് താല്പര്യമുണ്ട്, അതുകൊണ്ട് മാത്രം തന്നെയാണ് വന്നത് സിനിമ ഫീൽഡിലേക്ക്. വേറെ എനിക്ക് പാട്ട് കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പാടത്തില്ല. കേൾക്കാൻ ഒരുപാട് ഇഷ്ടമാണ്, ഒരുപാട് മ്യൂസിക് വളരെ ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്ക് ഫ്രണ്ട് സർക്കിൾ ഒരുപാടുണ്ട്. എനിക്ക് എൻ്റെ കൂടെ പഠിച്ച ഇപ്പോൾ LKG തൊട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും ഞാൻ ആ ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഫ്രണ്ട്ഷിപ്പിന് വളരെ വാല്യൂ കൊടുക്കുന്നുണ്ട്. കാരണം ചെറിയൊരു ടൈമാണ് നമ്മുടെ ലൈഫ്. അതിൽ കുറേ നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയാണ്. ഞങ്ങളുടെ സാറ് പറയുമായിരുന്നു, എന്നെ പ്ലസ് 2 പഠിപ്പിച്ച സാർ, ജീവിതത്തിൽ നമ്മുടെ ചെറിയ ലൈഫാണ്, അപ്പോൾ ജീവിക്കുന്ന ടൈം കുറച്ച് നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഇങ്ങനെ ഒരു നല്ല ഒരു നല്ല ഫ്രണ്ട് എനിക്കുണ്ടായിരുന്നു എന്ന് പറയാൻ അത് തന്നെയാണ് വലിയൊരു കാര്യം. നമ്മൾ എന്തെല്ലാം ചെയ്താലും കുറേ ആളുകളുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്
അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ നാട്ടിൽ പോയാൽ തന്നെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അപ്പോൾ അവരുടെ കൂടെ കൂടുവാണ് ഏറ്റവും മെയിൻ ഹോബി എൻ്റെ. ഫിലിം ഫീൽഡ് വന്നപ്പോൾ ഫ്രണ്ട്സ് എന്ത് പറഞ്ഞു? ഫ്രണ്ട്സ് എല്ലാവരും സപ്പോർട്ടീവാണ്. ഇപ്പോഴും മൂവി റിലീസായപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവരും പറഞ്ഞു, ഫസ്റ്റ് ഷോയിൽ തന്നെ എല്ലാവരും കയറി, ഫ്രണ്ട്സ് എല്ലാം കൂടെ അവരെല്ലാവരും ഒരുമിച്ച് പോയിട്ടാണ് കണ്ടത്. അപ്പോൾ ഇനി കാണാത്തവരൊക്കെ എല്ലാവരും ഒരുമിച്ച് പോയി, അവരൊക്കെ വളരെ സപ്പോർട്ടീവാണ്. കണ്ടിട്ട് അവരെന്ത് പറഞ്ഞു? നന്നായിട്ടുണ്ട്. സ്ക്രീനിൽ അവർ പ്രതീക്ഷിച്ചില്ല, നീ തന്നെയാണ് ചെയ്തത്, നിനക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? അവരൊക്കെ എക്സൈറ്റഡ് ആയിരുന്നു, എല്ലാവരും വളരെ ഹാപ്പിയാണ്. എന്താണ് കേരളത്തിലുള്ളവർ, നമ്മുടെ സിനിമ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേരളത്തിൽ, അതെ, അവരോട് എന്താണ് പറയാനുള്ളത്? എല്ലാ സിനിമ കാണുന്ന എല്ലാ പ്രേക്ഷകരോടും ഇപ്പം ഈ പകരം എന്ന മൂവി എല്ലാവരും കാണണം. കാരണം ഇപ്പം നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പലരുടെയും ലൈഫിൽ കാണുന്ന, ഇപ്പോൾ എന്താ പറയുക, ഇതിൽ ടെററിസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു വില്ലേജിൽ നിന്നും സിറ്റിയിലേക്ക് പോകുമ്പോൾ പലരുടെയും ലൈഫ് മാറുന്നു. അപ്പോൾ നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ ലൈഫിലൊക്കെ കണ്ടുകൊണ്ട് ഇരിക്കുന്ന ഒരുപാട് ജീവിതങ്ങൾ ഇതിലൂടെ കാണുന്നുണ്ട്. അതിലൂടെ ഒരു ഫാമിലി നഷ്ടമാകുന്നു, ഓരോ ഫാമിലി തകരുന്നത്, അതൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരെല്ലാവരും, ഇപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു യങ്സ്റ്റേഴ്സിന് എല്ലാം പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് പകരം. അപ്പോൾ എല്ലാവരും ഈ മൂവി കാണണം, ഞങ്ങളെപ്പോലുള്ള യങ്സ്റ്റേഴ്സിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പ്രേക്ഷകർ പോയി കണ്ട് സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് ഞങ്ങൾക്കൊക്കെ ഒരു അവരുടെയൊക്കെ ഒരു പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കാണണം, എല്ലാവരും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ വേണം. ഒരു ചോദ്യം കൂടി. അതെ, ഈ ഫിലിം ഫീൽഡിൽ വരുന്ന പല ആക്ടേഴ്സിനും പുതിയ മുഖമാകുമ്പോൾ അവർക്ക് ഒരു വെയിറ്റും ഉണ്ടാവില്ല. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു 10 സിനിമ കിട്ടി, ഒരു ഫിലിം അവാർഡ് കിട്ടി കഴിയുമ്പോൾ അവരാരും പിന്നെ അടുക്കില്ല. അങ്ങനെയാവുമോ നിരഞ്ജന? അങ്ങനെയാവില്ലേ? ഇത്രയും നേരം നമ്മൾ സംസാരിച്ചപ്പോൾ എന്ത് തോന്നുന്നു? എനിക്കങ്ങനെ തോന്നിയില്ല, എന്നാലും ചോദിക്കണമല്ലോ. ഇല്ല, അങ്ങനെ നമ്മളിപ്പോൾ എത്ര മൂവി ചെയ്താലും ഞാൻ എന്നൊരു വ്യക്തിയുണ്ട്, അത് എപ്പോഴും അതുപോലെ ആയിരിക്കണം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ +2 തൊട്ടുള്ള ഫ്രണ്ട്സ് ഇപ്പോഴും എനിക്കുണ്ടെങ്കിൽ അത് ഞാൻ മാറുന്ന ഒരാളാണെങ്കിൽ ഓരോ ടൈം മാറുമ്പോഴും നമ്മൾ പുതിയതിലേക്ക് മാറുമ്പോൾ അത് നമ്മൾ വിട്ടുപോകുള്ളൂ. പക്ഷേ എനിക്ക് എൻ്റെ കൂടെ പഠിച്ച LKG തൊട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞെങ്കിൽ പോലും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവരെ പോയി കാണാറുണ്ട്, മീറ്റ് ചെയ്യാറ്, ഫാമിലി പോകും. ഇപ്പോൾ എൻ്റെ ഹൈസ്കൂൾ ഫ്രണ്ട്സ്, എൻ്റെ +2 ഫ്രണ്ട്സ്, എൻ്റെ ടീച്ചേഴ്സ്, എല്ലാവരുമായിട്ട് കോൺടാക്ട്സ് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ആ ഒരു എല്ലാം പഴയത് എങ്ങനെ ഇരിക്കുന്നു അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ മാറില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു. താങ്ക് യു സോ മച്ച്.